നമുക്കറിയാം, നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും വലിയ കേമന്മാരാണ്. അങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കാര്യത്തിലും നമ്മൾ ഒട്ടും പിറകിലല്ല. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചില കാഴ്ചകൾ കണ്ടാൽ നമ്മൾ ചിരിച്ചൊരു വഴിയാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള വളരെ രസകരമായ മലയാളികളുടെ ചില വീഡിയോകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം തെരുവ് നായകളാണ്. അങ്ങനെ ഇവിടെ ഒരു ന്യൂസ് പേപ്പറിലെ വാർത്ത നമുക്ക് കാണാം. വാക്സിനേഷന് നായകളെ എത്തിക്കുകയാണെങ്കിൽ ഒരു നായക്ക് 500 രൂപ വെച്ച് കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ടിടനെ തന്നെ വളരെയധികം ബിസിനസ് മൈൻഡഡ് ആയ ഈ വ്യക്തി നായകളുടെ അടുത്ത് വന്ന് ഡീൽ ഉറപ്പിക്കാൻ നോക്കുകയാണ്. 500 1000 നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ നോക്കിയാൽ ഇച്ചൊരു 1000 പെട്ടല്ലോ ബാപ്പുട്ടാണ്. നിങ്ങൾ ഇതേമാതിരി ഇവിടെ കൊറന്നാക്കി തരാം. ഡിഷല്ല 200 രൂപയ്ക്ക് ഭക്ഷണം, ബാക്കി 800 രൂപയ്ക്ക് എന്താ മാട്ടാൻ പോവല്ല നമ്മള്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പൈസ ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് പാഴാക്കരുതല്ലോ. ഊഞ്ഞാലാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഊഞ്ഞാല് കെട്ടാൻ പറ്റിയ മരങ്ങളൊന്നും കിട്ടാനില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇവർ തളർന്നില്ല. 2 JCB വെച്ച് അവർ കാര്യം അങ്ങ് നടത്തിയെടുത്തു. റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ മുന്നിലുള്ള വണ്ടി സൈഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ലെജൻസ് അൾട്രാ പ്രോ മാക്സ് ആയിരുന്ന ഇവർ എന്ത് ചെയ്തെന്ന് കണ്ടോളൂ. 94. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. മലയാളികളും തെരുവ് നായകളും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം സൂചിപ്പിക്കുന്ന കാലത്തിനു മുന്നേ സഞ്ചരിച്ച ഒരു വീഡിയോ. വില്ലന്മാരോട് അടിയുണ്ടാക്കാൻ പോകുന്നതിന് മുൻപ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സ്പൈഡർമാന്റെ ഒരു റയർ വീഡിയോ ക്ലിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പൂരം കൊടിയേറി മക്കളെ, അങ്ങോട്ട് നോക്കണം. ബജാജ് വി ഇങ്ങനെയും ഒരു പരസ്യം ഇറക്കിയിരുന്നു, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ നോട്ടത്തില് ബജാജ് വി എന്നത് ദേശത്തിന്റെ അഭിമാനമായിട്ട് തോന്നുന്നത്. പീരങ്കിന്ന് വെടിയുണ്ട് കുതിക്കുമ്പോ വലിയ ശബ്ദം കേൾക്കാം. ബജാജ് വിയുടെ സൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇടിമുഴക്കം പോലെയാ. എന്റെ അട്രാക്ഷൻ പോയിന്റ് ഇതാണ്. ടാങ്ക് മസ്കുലർ ആണ്, വണ്ടി സ്റ്റൈലിഷ് ആണ്. 60-ലോ 70-ലോ ഓടിയാലും നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ആവില്ല. വി ഓടിക്കുമ്പോ അതിന്റെ ലുക്ക് കൊണ്ടും അതിന്റെ എടുപ്പ് കൊണ്ടും അതിന്റെ സ്റ്റൈൽ കൊണ്ടും ഞാനൊരു ഹീറോ ആയി മാറും. റോഡിലൂടെ ഇത് ഓടിക്കുമ്പോ ഞാൻ എന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ഇന്ത്യൻ എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും എന്റെ ഐഡന്റിറ്റി ബജാജ്. എന്തായാലും ഇനി മുതൽ എന്റെ ഫേവറേറ്റ് ബജാജ് വി പരസ്യം ഇത് തന്നെയാണ്.
ഇവിടെ രണ്ടുപേർ തമ്മിൽ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രധാന തർക്ക വിഷയം പ്രോട്ടോകോളും പ്രൊട്ടക്ഷനുമാണ്. അപ്പൊ ഇനി പ്രോട്ടോകോളിന് ഇനി വെക്കുന്നില്ല? ഞാൻ പ്രോട്ടോകോളിനല്ല ഞാൻ വെക്കണേ, ഞാൻ പ്രൊട്ടക്ഷൻ, കണ്ണിന് പ്രൊട്ടക്ഷൻ ആണ്. അതിന് ഇനി വെക്കുന്നില്ല? അതന്നെ ഞാനും. ആ അവര് പ്രോട്ടോകോളിന് ആരാ വെക്കണേ? ഞാൻ വെക്കണ്ടോ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയോ? സേഫ്റ്റി. എന്താണ് സേഫ്റ്റി പ്രോട്ടോകോളോ? കണ്ണിന്റെ പ്രൊട്ടക്ഷന് പറയുന്നതാണ് പ്രൊട്ടക്ഷൻ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പശ ഒട്ടിക്കൂലേ, പെട്ടിക്കൊക്കെ നമ്മള് പൈപ്പ് ഇതായി കഴിഞ്ഞാൽ പശ ഒട്ടിക്കൂലേ, അതിനാണ് പ്രോട്ടോകോൾ എന്ന് പറയാ. അത് ഫെവിക്കോൾ. ഫെവിക്കോള് അത് മലയാളം പറയുന്ന വാക്ക്, ഇംഗ്ലീഷില് പ്രോട്ടോകോൾ എന്നാ പറയാ. വിവരമുള്ളവരോട് പോയി ചോദിച്ചു നോക്ക്. സേഫ്റ്റി. സേഫ്റ്റിക്ക് പ്രൊട്ടക്ഷൻ എന്നാണോ പറയാ? പറഞ്ഞ എന്നെ പറയിപ്പിച്ചല്ലേ, പറയുന്ന എന്നെ പറയിപ്പിച്ചല്ലേ. കാവൽക്കാരെ, എനിക്കിപ്പോ ഒരാള് കാവൽ നിൽക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയോ? പിന്നെ ഇതും അറിയാലോ, സെക്യൂരിറ്റിയോ, സെക്യൂരിറ്റി. അന്നേരം ഇതുണ്ട് അറിയാലോ. ഏതുണ്ട് പറയാ? ഞാനങ്ങല്ല. ആണെങ്കിൽ ഞാൻ എന്റെ ലൈവിലല്ല ഞാനങ്ങും അനങ്ങാതെ ഇരിക്കും. അനക്കെന്താ പ്രശ്നം? ഞാൻ ഇത് പറയുമ്പോ എന്തിനാ അനങ്ങുന്നേ? ഞാൻ ആലോചിക്കുന്നില്ല. ഇത് ആലോചിക്കണെന്ന് വെച്ചൊരു 1 മണിക്കൂർ ഇരുന്ന് ആലോചിച്ച് ഞാൻ മുണ്ടാതിരിക്കേ. ചെങ്ങായി അനക്ക് അറിയാത്ത സംശയങ്ങൾ എന്നോട് ചോദിച്ചു വെച്ച് എനിക്ക് വലക്ക അറിയാം. മനസ്സിലാവുണ്ടോ? ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാങ്ങുന്ന ഓരോ റീൽസ് വീഡിയോസിനും പറയാനുണ്ട് അതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഓരോ ക്യാമറാമാന്റെയും കഠിനാധ്വാനത്തിന്റെ കഥ. ആക്ടർ സഹാന കൃഷ്ണയുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് കാണാം. ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ സ്കേർട്ടിൽ ചുരുക്കി. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഓ, ഇന്നൊരു കല്യാണം കഴിക്കണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാ, ഓരോരോ ആചാരങ്ങളെ. എന്റെ ഒരു കൈ എവിടെയാണ്? 2-3 കൈ അയച്ചു വന്നേണ്. കണ്ടിട്ട് ആയുധ പൂജയാണെന്നാണ് തോന്നുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇതിപ്പോ പെൺകുട്ടിക്ക് ബലം കുറഞ്ഞത് കൊണ്ടാണോ അതോ തേങ്ങയ്ക്ക് ബലം കൂടിയത് കൊണ്ടാണോ? ഇവിടെ ഈ വ്യക്തി തന്റെ സങ്കടങ്ങളെല്ലാം ആ കുരങ്ങനോട് പറയാൻ നോക്കിയതാണ്. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? സോൾട്ട് ബേ നുസ്രത്തിനെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഷെഫുകളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മലയാളം ലോ ബഡ്ജറ്റ് വെർഷനാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. കുറച്ചും കൂടി കുറച്ചും കൂടി മതിയല്ലോ. കൊള്ളാം, എവനാള് കൊള്ളാം. ഇതൊക്കെ എന്ത്? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.